എന്തൊരു ബഹളമായിരുന്നു വഴിയില്. വണ്ടി ഇടിച്ചാ? വണ്ടി ഇടിച്ചതാണെങ്കിൽ പോട്ടേന്ന് വെക്കായിരുന്നല്ലോ. എന്റെ മോളെ, ഞങ്ങൾ അങ്ങോട്ട് റേഷൻ കടയിലോട്ട് അങ്ങോട്ട് പോയപ്പോഴത്തേലും ഉണ്ടല്ലോ, നമ്മുടെ ഈ മതിലില് സാധനം ചേച്ചി, നമ്മുടെ ഈ മതിലില്ലേ, അങ്ങോട്ട് പോണ മതില്, അവിടെ ഒരു ചുമന്ന കാറ് നിർത്തിയിട്ടേക്കുവാണേ. ഞാൻ മൈൻഡ് ചെയ്യാൻ പോയില്ല. തിരിച്ചു വന്നപ്പോ ഞങ്ങൾ റേഷൻ സാധനവും മേടിച്ച് കടയിൽ പോയി റേഷൻ സാധനവും മേടിച്ച് തിരിച്ചു വന്നു. അപ്പോഴും ഈ വണ്ടി അവിടെ നിർത്തിയിട്ടേക്കും. വണ്ടി അവിടെ നിർത്തിയിട്ടിട്ട് പോട്ടെ. വണ്ടിയിലൊരു ചെറുക്കനും പെണ്ണും ഉണ്ട്. ഒരു ഇച്ചിരി പോന്ന പെണ്ണ്, ഒരു കുരുക്കിട്ടി പെണ്ണ്. അതിനെന്താന്നോ കൊന്നേനെ ഇവിടെ. ഞാൻ എന്നിട്ട് അവിടെ നിന്ന് പതുക്കെ ഇങ്ങോട്ട് വളഞ്ഞു വന്നപ്പോഴത്തേനുണ്ടല്ലോ, അവൾ ആ ചെറുക്കന്റെ മുഖത്ത് എന്തോ ഇങ്ങനൊക്കെ ഉണ്ടെന്ന് ഞാനത് കണ്ട്. ഞാനപ്പൊ വേഗം പറയട്ടെ, അപ്പൊ ഞാൻ വേറെ എന്തൊക്കെയോ ഉണ്ടായി. അപ്പൊ ഞാൻ എന്നിട്ട് വേഗം തന്നെ ഒന്നുമില്ല, അവര് ചുമ്മാ അതില് സംസാരിച്ചോണ്ടിരിക്കും. കാണുമല്ലോ നമ്മുടെ കണ്ണിന്. അല്ല, ഗ്ലാസ് കയറ്റിട്ടുണ്ട്. അതിൽ കൂടെ ചേച്ചി കണ്ട? ഇത് കാണാൻ പറ്റും. എന്നിട്ട് ഞാൻ അവിടെ ചെന്നപ്പോഴത്തേനും ഇവര് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പരിങ്ങി. അപ്പൊ ഇവന് ഗ്ലാസ് കാത്ത് എനിക്ക് ഒട്ടും പേടിയുണ്ടായില്ല, ഗ്ലാസ് കാത്ത് എന്ന് പറഞ്ഞു. അപ്പൊ ഇവൻ എന്നെ നോക്കിയിട്ട് ഒരുത്തൻ ഞാൻ ഞാനും അങ്ങോട്ട് നോക്കി. അപ്പൊ പിന്നെ ഭയങ്കര ബഹളം. ഞാൻ ചോദിച്ചാൽ എന്താ ഇവിടെ രണ്ടിനും പരിപാടി എന്താ? ഇത് ഞങ്ങളുടെ വീടിന്റെ മുറ്റവാ, ഇവിടെ കിടന്ന് ഈ പരിപാടി ഒന്നും കാണിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അമ്മ എന്തിനാ ചോദിക്കാൻ പോണത്? രണ്ടാൾക്കാര് അവര് മേടിച്ച കാറിൽ അവിടെ ഇരുന്ന് സംസാരിക്കുന്ന അമ്മയ്ക്ക് എന്താ ഇത്ര പ്രശ്നം? ആര് മേടിച്ച കാറിലായാലും വല്ലവന്റെ വീടിന്റെ മുറ്റത്ത് വന്നിട്ട് തോന്നിയ ഈ മുറ്റത്താണെങ്കിൽ ശരി, പറഞ്ഞിട്ട് കാര്യമില്ല. ഇവക്ക് ഇതൊക്കെ ഇഷ്ടമായിരിക്കും. ഞാൻ സംശയിക്കുന്നത് വേറെന്തെങ്കിലും ഉണ്ടായാ അകത്ത്? എന്തോ ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം നല്ലോണം പരിങ്ങി രണ്ടുപേരും. അവര് വീഡിയോ എടുത്തിട്ടുണ്ട് തോന്നണ. ചേച്ചിക്ക് ഉറപ്പില്ലേ? കണ്ടില്ലല്ലോ. അമ്മയുടെ വീഡിയോ എടുത്തോ? എടുക്കട്ടെ. ഞാൻ നല്ല അന്തസ്സായിട്ട് മുഖം ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് വീഡിയോ എടുത്തപ്പോഴാണ് തങ്കം ഭയങ്കരമായിട്ട് വെച്ചു വെച്ചത്. എന്റെ പൊന്നമ്മ, അവര് നാളെ അത് എന്തിനാലും പോസ്റ്റ് ചെയ്താലോ? പോസ്റ്റ് ചെയ്തിട്ട് ഞാനൊരു തെറ്റും പറഞ്ഞിട്ടില്ലല്ലോ. അത് വേണ്ടായിരുന്നു ചേച്ചി. കാരണം ചേച്ചിക്ക് തന്നെ ഉറപ്പില്ല അവിടെ എന്തെങ്കിലും നടന്നാന്ന്. എടി, ഒരു ചെറുക്കനും പെണ്ണും ഈ ഗ്ലാസും കയറ്റിയിട്ട് എന്തിനാ കാറിന്റെ അകത്ത് ഇത്ര? അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ചേച്ചി എടുത്ത് ചോദിച്ചപ്പോ എന്തെങ്കിലും ഇവിടെ സംഭവിച്ചാൽ ഇപ്പൊ അതും കണ്ടിട്ടില്ല ചേച്ചി. വല്ലവരുടെയും കാര്യത്തിൽ ഇടപെടേണ്ട വല്ല ആവശ്യമുണ്ടോ? പെൺപിള്ളേരുള്ളല്ലേ നമുക്ക്. എന്നാലും പെൺപിള്ളേർ അവര് തോന്നിയാസൊന്നും കാണിച്ചില്ല, മര്യാദക്ക് ഇരിക്കുവല്ലായിരുന്നാ. അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടാവൊന്നുമില്ല. പിന്നെ ഇപ്പൊ വെള്ളരിക്കാൻ പറ്റണോ? എന്തായാലും ചോദിച്ചോ? അതൊന്നും ഞാൻ ചോദിച്ചില്ല. ഭാര്യയും ഭർത്താവൊന്നും കല്യാണം കഴിക്കാനുള്ള പ്രായമൊന്നും ഞാൻ കണ്ടില്ല. അതൊക്കെ ഇപ്പൊ മുഖം നോക്കി പറയാൻ പറ്റുമോ? അവരെന്തെങ്കിലും എടുത്തിട്ട് കേസ് കൊടുക്കുക എന്തെങ്കിലും ചെയ്യും നോക്കിക്കോ. പെട്ടെന്ന് സമയത്തെങ്കിലും രണ്ടുപേരും കൂടി ഇങ്ങ് നടന്ന് പോന്നാ മതിയായിരുന്നു. നമുക്ക് പോയി ചോറ് അവര് പോയിട്ടാണ് നമ്മളിങ്ങ് പോകുന്നത്. വീഡിയോ ഒക്കെ എടുത്തെങ്കിൽ എന്തായാലും പ്രശ്നമാവും ചേച്ചി. ചേച്ചി ഒന്നും കണ്ടില്ല. ഞാൻ വിചാരിച്ച അവിടെ എന്തോ നടന്നെന്ന്. അതാണ് ഞാൻ ചേച്ചിയുടെ ഭാഗത്ത് നിന്നത്. അപ്പൊ നീ ആണെങ്കിൽ ഒന്നും മിണ്ടാതെ പോരുവോ? എന്തെങ്കിലും അവിടെ നടന്നെങ്കിൽ ഞാൻ മിണ്ടും. പക്ഷെ ഇതിപ്പോ ഒന്നും ഇല്ലായിരുന്നോ. അപ്പൊ ഞാൻ മിണ്ടാതെ ഇങ്ങനെ പോരും. ഇതിപ്പോ നമ്മുടെ വഴിയൊന്നും ഇല്ലല്ലോ, പൊതുവഴിയല്ലേ. അവിടെ കൊണ്ടുവന്ന് ആർക്ക് വേണമെങ്കിലും വണ്ടിയിട്ടിരുന്ന് വർത്താനം പറയാലോ. അല്ലല്ലോ, അമ്മയ്ക്ക് എടുത്തുകാട്ടം കൂടുതലാണ്. ഞാനല്ല എല്ലാവരും എന്നെ പോലെ എല്ലായിടത്തും പെരുമാറാൻ നിൽക്കല്ലോ.